यात्रा जिंदाबाद सीधी नारा है। ठीक है, यात्रा जिंदाबाद, एलडीएफ जिंदाबाद, विकास यात्रा यात्रा जिंदाबाद, एलडीएफ जिंदाबाद, विकास यात्रा जिंदाबाद, एलडीएफ जिंदाबाद, जिंदाबाद जिंदाबाद, इनकलाब जिंदाबाद, जिंदाबाद जिंदाबाद, इनकलाब जिंदाबाद. പിണറായി സർക്കാരിന്റെ ഗതികേടെന്നല്ലാതെ എന്ത് പറയാനാ? ഇനി എന്തെല്ലാം കാണേണ്ടി വരും? കാര്യം എന്താണെന്ന് പിടികിട്ടിയില്ല അല്ലേ? മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇല്ലേ, MV ഗോവിന്ദൻ മാഷ്, നമ്മുടെ AI ഗോവിന്ദൻ മാഷ്, അദ്ദേഹം നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂലി കൊടുത്തു. അതാണ് സംഭവം. അത് നമ്മുടെ മുഖ്യന്റെ സ്വന്തം നാടായ പിണറായി. ഒന്ന് ഓർക്കണേ, കണ്ണൂർ കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ പോലും പാർട്ടിക്ക് അണികളില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ. കഷ്ടം തന്നെ. എന്താ ഗോവിന്ദ മാഷെ, ഭരണവിരുദ്ധ വികാരമില്ല ഇല്ല എന്ന് നെഞ്ചത്തടിച്ച് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കേരളത്തിൽ ആരുമില്ലാതായോ? കഷ്ടം തന്നെ. അന്യസംസ്ഥാന തൊഴിലാളികളെ കൂലി കൊടുക്കേണ്ട ഗതികേടായോ നിങ്ങളുടെ പാർട്ടിക്ക്? ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് പിണറായിയും ഗോവിന്ദൻ മാഷും ഒക്കെ പറയുന്നത്. പിന്നെ ആളുകൾക്ക് ഒരു ചേരിയെ ഒരു വിരോധം. അവർ ഇപ്പോൾ ഞങ്ങൾ വിളിച്ചാൽ വരില്ല, വന്നില്ലേ വരണ്ട. കേരളത്തിൽ ഇപ്പോൾ മലയാളികളെക്കാൾ കൂടുതൽ ബംഗാളികളുണ്ടല്ലോ. ഞങ്ങൾ അവരെ കൂലി കൊടുത്തായാലും കാര്യം നിർത്തും. നമ്മളെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ ആരും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഗോവിന്ദ മാഷൊക്കെ പറയുന്നത്. ഗോവിന്ദ മാഷിന്റെ ജാതിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ 50ഓളം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടുത്തെ നേതാക്കൾ പരിശീലനം നൽകുന്നു. സിന്ദാബാദ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, വികാസ് യാത്ര സിന്ദാബാദ് എന്നാണ് നേതാക്കൾ പഠിപ്പിക്കുന്നത്. പക്ഷെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇവിടത്തെ മലയാളം അത്ര വഴങ്ങില്ലല്ലോ. അതുകൊണ്ട് അവർ LDF സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ അത് NDA സിന്ദാബാദ് എന്നാണ് കേൾക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്ക്. यात्रा जिंदाबाद सीधी नारा है। ठीक है, यात्रा जिंदाबाद, एलडीएफ जिंदाबाद, विकास यात्रा यात्रा जिंदाबाद, एलडीएफ जिंदाबाद, विकास यात्रा जिंदाबाद, एलडीएफ जिंदाबाद, जिंदाबाद जिंदाबाद, इनकलाब जिंदाबाद, जिंदाबाद जिंदाबाद, इनकलाब जिंदाबाद. പാവപ്പെട്ട നോർത്ത് ഇന്ത്യൻകാർക്ക് ഒരു പാർട്ടിയെ കുറിച്ചേ അറിയൂ. അത് നരേന്ദ്രമോദിയുടെ NDA ആണ്. അതുകൊണ്ട് അവർക്ക് മലയാളം തിരിയാത്തതാണോ അതോ അവർ അങ്ങനെ വിളിച്ചതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ബംഗാളികൾക്ക് കൂലി കുറച്ച് കൊടുത്താൽ മതിയല്ലോ. മലയാളികൾക്കാണെങ്കിൽ കൂലിയും വേണം, കുപ്പിയും വേണം, പിന്നെ കൂമ്പ നിറയ്ക്കാനുള്ളതും കൂടി കൊടുത്താലേ കാര്യം നടക്കും. ഇത്രയും കൊടുത്താലോ വേദിയിൽ പ്രസംഗം കേൾക്കാൻ ഇവരൊന്നും ഇരിക്കില്ല. അപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും ബംഗാളികൾ തന്നെയല്ലേ നല്ലത്? ഏത് അല്ലേ? ഒരു കാര്യത്തിൽ സമാധാനിക്കാം, ഗോവിന്ദൻ മാഷ് എന്ത് പ്രസംഗിച്ചാലും എത്ര നേരം പ്രസംഗിച്ചാലും വേദിയിൽ ആളുണ്ടാകും. കാരണം വാങ്ങുന്ന കൂലിക്ക് പണിയെടുക്കുന്നവരാണ് അവർ. പിന്നെ കയ്യടി പ്രതീക്ഷിക്കണ്ട, കാരണം അതിനുള്ള പരിശീലനം പാർട്ടി ക്ലാസ്സിൽ കൊടുത്തിട്ടില്ല എന്നതാണ് അടുത്ത കാര്യം. കൈയടിച്ചില്ലേലും വേണ്ട, വേദിയിൽ കസേരയിൽ ആളുണ്ടാവണം. പ്രസംഗം കഴിയുമ്പോൾ പറയും, അതുവരെ കസേരയിൽ ഇരുന്ന് നിങ്ങൾ ഉറങ്ങുകയോ മൊബൈലിൽ കുത്തുകയോ എന്ത് വേണോ ചെയ്തോ, പക്ഷെ പ്രസംഗം കഴിയാതെ ആരും പോകരുത്. എന്നാലും എൻ്റെ ഗോവിന്ദ മാഷേ, ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത നിങ്ങളുടെ പാർട്ടി ഭരണത്തിൽ പുളകം കൊള്ളുന്ന കേരളത്തിൽ നിങ്ങളുടെ ഒരു ജാതിക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ കൂലി കൊടുക്കേണ്ട ഗതികേടായെങ്കിൽ മറ്റു പാർട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും?